ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. 16, ക്വസ്റ്റ്യൻ നമ്പർ 16. 15 നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. 16. 2 wires of equal length, one of aluminium, other of copper, have same resistance. നമ്മുടെ കസ്റ്റഡിയിൽ 2 കമ്പിയുണ്ട്. ഓഫ് ഈക്വൽ ലെങ്ത്, വൺ അലുമിനിയം ആൻഡ് അതർ കോപ്പർ. അപ്പം ഞാനിവിടെ എഴുതാം. ഒരു അലുമിനിയം കമ്പിയുണ്ട്, അലുമിനിയം, അടുത്തത് കോപ്പർ. 2 കമ്പിയുണ്ട്. ഹാവ് ഈക്വൽ ലെങ്ത്, രണ്ടിൻ്റെയും ലെങ്ത് സെയിം ആണ്. ഇനി സെയിം റെസിസ്റ്റൻസ്, രണ്ടിൻ്റെ റെസിസ്റ്റൻസും സെയിം ആണ്. ഇനി അടുത്ത് വിച്ച് വയർ ഈസ് ലൈറ്റർ, ഇതിനകത്ത് ലൈറ്റർ ആയിട്ടുള്ള കമ്പി ഏതെന്നാ നോക്കൂ. ഇനി അവർ തന്നിരിക്കുന്നത് റെസിസ്റ്റിവിറ്റി ഓഫ് അലുമിനിയം തന്നിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി ഇസ് ഈക്വൽ ടു എത്രയാ? 2.63 ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ. ഇവിടുത്തെ റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട് 0.72 ഇൻറ്റു 10⁻⁻8 ഓം മീറ്റർ. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇനി റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. റിലേറ്റീവ് ഡെൻസിറ്റി അലുമിനിയത്തിൻ്റെ തന്നിരിക്കുന്നത് 2.7 എന്നാണ്. ഇവൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി തന്നിരിക്കുന്നത് 8.9 എന്നാണ്. അപ്പം ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം. റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ, റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വേറൊരു പേര് പറ. റിലേറ്റീവ് ഡെൻസിറ്റിയുടെ വേറൊരു പേര് പറയും. സ്പെസിഫിക് ഗ്രാവിറ്റി. റിലേറ്റീവ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറ. ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ? ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഈക്വൽ ടു റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്നല്ലേ? അല്ലേ? അപ്പൊ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു വാട്ടറിന്റെ ഡെൻസിറ്റി എത്ര? 1000. ഓർത്ത് വയ്ക്കണം. ഇതാണ് നമ്മുടെ ആവശ്യമുള്ള ഇക്വേഷൻ. സോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ്? ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ടു റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു 1000. Any doubt? So once again I will explain. Give another name for relative density, specific gravity. Relative density is equal to density of substance divided by density of water. So density of substance is equal to relative density into density of water. Density of substance is equal to relative density into what is the density of water? 1000. No doubt. ഇത്രയും ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ഡെൻസിറ്റി? ഡി ഈസ് ഈക്വൽ ടു ഡി എന്ന് വിളിക്കാം കേട്ടോ. ഡെൻസിറ്റി എത്രയാ? റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു 1000 ഇൻറ്റു 10⁻3. വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഹിയർ? ഇസ് ഈക്വൽ ടു 8.9 ഇൻറ്റു 10⁻3. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിലേത് കമ്പിയാണ് ലൈറ്റർ? അപ്പൊ 2 കമ്പിയുടെ എന്ത് കണ്ടുപിടിക്കണം എന്നർത്ഥം? മാസ് കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. മാസ് കണ്ടുപിടിച്ചാൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ പിടികിട്ടും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നോക്കേ, ഓരോന്നായിട്ട് ഞാനിവിടെ ചെയ്യാം. ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഒരു ബുദ്ധിമുട്ടും ആർക്കും തോന്നിയില്ലല്ലോ. അപ്പം മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇതും മനസ്സിലാവായികയൊന്നുമില്ല. അപ്പം മാസ് ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി, കമ്പിയുടെ ഡെൻസിറ്റിയുടെ ലെറ്റർ ഡി ഇൻറ്റു കമ്പിയുടെ വോളിയം. കമ്പി എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ വോളിയം എങ്ങനെ കാണും? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. അപ്പം എ ഇൻറ്റു എൽ എന്നാണ്. ഇപ്പം DAL 4. ഓക്കെ, അപ്പോൾ എന്താണ്? ഇപ്പം മാസ് ഇസ് ഈക്വൽ ടു DAL. ഇതാണ് മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി അടുത്തത് നമ്മുടെ കമ്പിയുടെ 2 കമ്പിയുടെ ഡെൻസിറ്റി ഉണ്ട്. 2 കമ്പിയുടെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇല്ല. കമ്പിയുടെ 2ന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് L ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പറയണം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. R is equal to റോ L by A. ഇതിനകത്തുനിന്ന് A എന്ന് പറയൂ. വാട്ട് ഈസ് A? A ഈക്വൽ ടു റോ L by R എന്നാണ്. ഓക്കെ, ഈ വാല്യൂ ഇവിടെ കൊണ്ടുവച്ചാൽ മാസ് ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ഡെൻസിറ്റി അതുപോലെ എഴുതി, എക്ക് പകരം റോ L by R എന്ന് എഴുതി. ഇനി L തന്നെ. അപ്പൊ M ഈസ് ഈക്വൽ ടു പറയും
ഡി അതുപോലെ എഴുതി, റോ എഴുതി, എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് എഴുതി. ഇനി നിങ്ങൾ പറയും, രണ്ട് കമ്പിയുടെ കോമൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പറയണം. രണ്ട് കമ്പിയുടെ ലെങ്ത് സെയിം ആണ്, രണ്ട് കമ്പിയുടെയും റെസിസ്റ്റൻസ് സെയിം ആണ്, തന്നിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മാസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അല്ലേ ഡി റോയ്ക്ക്? മാസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അല്ലേ ഡി റോയ്ക്ക്? ഓക്കെ, ഇത്രയും ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു സാധനം കണ്ടുപിടിക്കാൻ പോവാണ്. മാസ് ഓഫ് കോപ്പർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അല്ലേ ഡി റോ ഓഫ് കോപ്പറിന് അല്ലേ? ഇനി മാസ് ഓഫ് അലുമിനിയം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു അല്ലേ ഡി റോ ഓഫ് അലുമിനിയത്തിന്? ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ മാസ് ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് അലുമിനിയം എത്ര വരും? ഈസ് ഈക്വൽ ടു ഇത് പറയണം, ഡി അലുമിനിയം ഡി കോപ്പർ റോ കോപ്പർ ഡിവൈഡഡ് ബൈ ഡി അലുമിനിയം ദെൻ റോ അലുമിനിയം തന്നെ. ഇനി ഇതിനകത്ത് ബാക്കി പറയും, മാസ് കോപ്പർ ഡിവൈഡഡ് ബൈ മാസ് അലുമിനിയം ഈസ് ഈക്വൽ ടു പറയൂ. ഡി എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി. അതിന്റെ വാല്യൂ പറയൂ. 2.7 ഇൻറ്റു കോപ്പറിന്റെ ആണ് വേണ്ടത്. എത്രയാണ് ഡെൻസിറ്റി? എത്ര? 8.9 ഇൻറ്റു 10⁻³ എത്ര? 3 ഇൻറ്റു നോക്കൂ, റെസിസ്റ്റിവിറ്റി തന്നിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റി എത്ര? 0.72 ഇൻറ്റു 10⁻⁻8 ഡിവൈഡഡ് ബൈ. ഇനി അലുമിനിയത്തിന്റെ കാര്യം പറയണം. ഡെൻസിറ്റി ഓഫ് അലുമിനിയം എത്രയാ? അലുമിനിയത്തിന്റെ ഡെൻസിറ്റി നോക്കി പറ. 2.7 ഇൻറ്റു 10⁻³ ഇൻറ്റു അലുമിനിയത്തിന്റെ റെസിസ്റ്റിവിറ്റി. അലുമിനിയത്തിന്റെ റെസിസ്റ്റിവിറ്റി അവിടെ കിടപ്പുണ്ട്. 2.63 ഇൻറ്റു 10⁻⁻8. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാസ് കോപ്പർ ബൈ മാസ് അലുമിനിയം ഇസ് ഈക്വൽ ടു, നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.2 എന്ന് വരും. ഓക്കെ, ഇനി ക്രോസ് ചെയ്യാം. അപ്പം മാസ് ഓഫ് കോപ്പർ ഈസ് ഈക്വൽ ടു 2.2 ടൈംസ് മാസ് ഓഫ് അലുമിനിയം എന്നല്ലേ? അതായത് അലുമിനിയത്തിന്റെ മാസിന്റെ 2 ഇരട്ടി കൂടുതലുണ്ട് കോപ്പറിന്റെ മാസ്. അപ്പൊ കോപ്പർ ഹെവിയർ ആണ്, അലുമിനിയം ലൈറ്റർ ആണ്. അപ്പൊ ഏതാണ് ലൈറ്റർ? അലുമിനിയം ആണ് ലൈറ്റർ. നല്ല അടിപൊളി ക്വസ്റ്റൻ അല്ലേ? അപ്പൊ അലുമിനിയം ലൈറ്റർ കമ്പിയാണ്, കോപ്പർ ഹെവിയർ ആണ്. ഇനി അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റൻ കൂടെ ഉണ്ട്. ഹെൻസ് എക്സ്പ്ലെയിൻ വൈ അലുമിനിയം വയർ ഈസ് പ്രിഫേർഡ് ഫോർ ഓവർ ഹെഡ് പവർ ലൈൻസ്. നമ്മുടെ ലൈൻ കമ്പിയായിട്ട് അലുമിനിയം കമ്പി ഉപയോഗിക്കുന്നതിന്റെ കാരണം എന്താ കാര്യം? കോപ്പർ കമ്പി ഉപയോഗിച്ചാൽ കോപ്പർ ഹെവിയർ ആണ്, പൊട്ടി വല്ലതും തലയിൽ വീണാൽ പണ്ടാരടങ്ങും. അപ്പൊ അലുമിനിയം കമ്പി പൊട്ടി വീണാലും അത്രയ്ക്കുള്ള ഇതേ വരുന്നുള്ളൂ. സോ ലിസൺ, ഓർത്ത് വയ്ക്കുക, ലൈറ്റർ കമ്പി ആയതുകൊണ്ടാണ് ഓവർ ഹെഡ് പവർ ലൈനിൽ ഇത് ഉപയോഗിക്കുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാം. സോ ലിസൺ പ്രോപ്പർലി. See, we have 2 wires. One is aluminum, the next is copper. It is given length same, resistance same. The resistivity values are also given. Then relative density also given. Then see, relative density is equal to density of substance divided by density of water. Then what is density of substance? Relative density into density of water. So density of substance is equal to relative density into what is the density of water? 1000. So relative density into 1000 gives density. Relative density into 1000 gives density. So these are the things we know. Then which is lighter? Aluminum or copper? ഏതാണ് lighter? See, density is equal to mass by volume, you know. Then mass is equal to density into volume. Then mass is equal to density is d into, how will you calculate the volume of the combi? See, base area into length. Okay, AL. So mass is equal to DAL. Okay, then see, resistance is equal to rho L by A. From this you calculate A equal to rho L by R. Put this value here. So D, then A rho L by R, then L. Then you are getting this. രണ്ട് കമ്പിയുടെ L same, R same. So round. Then M proportional to D rho. M proportional to D rho. No problem. So mass of copper proportional to D rho of copper. Mass of aluminum proportional to D rho of aluminum. Then you divide these two equations. Mass of copper by mass of aluminum is equal to D rho copper by D rho aluminum. Then put the values. You simply put the values. Then you are getting the answer as 2.2.
on cross multiplication you will get mass of copper is equal to 2.2 times mass of aluminium. So അലുമിനിയത്തിന്റെ മാസിന്റെ അറൌണ്ട് 2 ടൈംസിന് മേലാണ് കോപ്പറിന്റെ മാസ്. സോ അലുമിനിയത്തിന്റെ 2 ടൈംസിൽ കൂടുതൽ മാസ് ഉണ്ട് കോപ്പറിന്. കോപ്പർ ഈസ് ഹെവി, അലുമിനിയം ഈസ് ലൈറ്റർ. അപ്പോൾ then which material is used for overhead power lines? Aluminium, because aluminium wire is lighter. Okay, so as aluminium is lighter, it is used in overhead power lines. Okay അല്ലേ? അപ്പോൾ ഇന്ന് ഇത്രയും മതി. അപ്പം നിങ്ങൾ ഇത് എഴുതി പഠിക്കണം. എന്ന് വളരെ കുറച്ച് തിയറി ടോപ്പിക്കേ ഉള്ളൂ, അതൊന്ന് എഴുതി പഠിക്കണം. സിമ്പിളാണത്. പിന്നെ ഈ പ്രോബ്ലംസും ഒന്ന് എഴുതി പഠിച്ച് ക്ലീൻ ആയിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാൻ. ഓക്കെ.